സർവദോഷങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ശ്രീ ഗണേശ കവചസ്തോത്രം നമുക്കിവിടെ പരിചയപ്പെടാം. ഒരു ആമുഖമെന്നോണം പറയുകയാണെങ്കിൽ, അസുരന്മാരുടെ ആക്രമണത്തിൽ നിന്നും ഗണേശ്വരനെ രക്ഷിക്കുന്നതിനായിട്ട് അമ്മയായ ശ്രീ പാർവതി ദേവിയുടെ ആവശ്യപ്രകാരം കശ്യപ മഹർഷി രചിച്ചതാണ് ഗണേശ കവച സ്തോത്രം. സർവ ശത്രുദോഷവും ബന്ധനങ്ങളും മാരണദോഷങ്ങളും ഒക്കെ അകറ്റി സർവ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നതുമാണ് ഈ ഗണേശ കവച സ്തോത്രം. ഈ സ്തോത്രം രചിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഗണപതി ഭഗവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അസുരന്മാരെയൊക്കെ ശത്രുക്കളായി കണ്ട് നിഗ്രഹിക്കുമായിരുന്നു അത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അസുരന്മാർക്ക് ഗണപതി ഭഗവാനോട് കടുത്ത പകയും വിദ്വേഷവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ അസുരന്മാരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള സർവ ബാധകളും ദോഷങ്ങളും ഒക്കെയുള്ള പരിഹാരം കണ്ടെത്തുവാനായിട്ട് പാർവതി ദേവി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ കശ്യപ മഹർഷിയോട് അപേക്ഷിച്ചു ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഒരു കവചത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കവചം എന്ന് വെച്ചാൽ അറിയാമല്ലോ, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ വിഘ്നേശ്വരൻ്റെ കവചക്കായിട്ട് വിഘ്നേശ്വരൻ്റെ രക്ഷയ്ക്കായിട്ട് ഈ കവചം സ്തോത്രം രചിച്ച് നൽകണമെന്നായിരുന്നു പാർവതി ദേവി കശ്യപ മഹർഷിയോട് അപേക്ഷിച്ചത്. അപ്പോൾ അതിന് പ്രകാരം ദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് കശ്യപ മഹർഷി രചിച്ചതാണ് ഈ ഗണേശ കവചം എന്ന ശക്തമായ സ്തോത്രം. ഇത് പിന്നീട് മുദ്ഗല മഹർഷി, മാണ്ഡവ്യ മഹർഷി മുതലായ മഹർഷിമാർക്ക് ഉപദേശിക്കപ്പെട്ടു. അങ്ങനെ ശിഷ്യ പരമ്പരയ കൈമാറി വന്നു. ഈ ഗണേശ കവച സ്തോത്രം യഥാവിധി ജപിക്കുകയാണെങ്കിൽ ബന്ധനം, മാരണം, അപകടം, മരണം, ഭൂതപ്രേതാദികളുടെ ഉപദ്രവം, ബാധോപദ്രവങ്ങൾ, ശത്രു ശല്യം, രോഗാദി ദുരിതങ്ങൾ, ഗ്രഹപീഡകൾ, കാലദോഷങ്ങൾ ഇത്യാദി ദ്രോഹങ്ങളും കഷ്ടതകളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, സർവകാര്യസിദ്ധിയും ഫലം നൽകുന്ന ഒരു വിശിഷ്ടമായ സ്തോത്രമാണിത്. നമ്മുടെ പാദം മുതൽ, അത് കാൽവിരലിലെ നഖം മുതൽ തന്നെ നമ്മുടെ ശിരസ് വരെ ഉള്ള സർവ അംഗങ്ങളെയും ഗണപതി ഭഗവാന്റെ ഓരോ സിദ്ധിമന്ത്രങ്ങളാൽ പരിപാലിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥന അടങ്ങുന്ന കവചമാണ് ഈ ഗണേശ കവചമന്ത്രം. അപ്പോൾ സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ വരികളും കൂടെ കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ധ്യായേത് സിംഹഗദം വിനായകമമും ദിഗ്ബാഹുമാദ്യേ യുഗേ ത്രേതായാം തു മയൂരവാഹനമമും ഷഡ്ബാഹുഗം സിദ്ധിതം ദ്വാപാരേ തു ഗജാനനം യുഗഭുജം രക്താംഗരാഗം വിഭും തുര്യേതു ദ്വിഭുജം സിതാംഗരുചിരം സർവാർത്ഥദം സർവദാ വിനായക ശിഖാം പാതു പരമാത്മാ പരാത്പര അതിസുന്ദരകായസ്തു മസ്തകം സുമഹോത്കട ലലാടം കശ്യപ പാതു ഭ്രൂയുഗം തു മഹോദര നയനേ ഭാലചന്ദ്രസ്തു ഗജാസ്യസ്തോഷ്ടപല്ലവോ ജിഹ്വാം പാതു ഗണക്രീഡശ്ചിബുഗം ഗിരിജാസുത വാചം വിനായക പാതു ദന്താൻ രക്ഷതു ദുർമുഖ
ശ്രവണൗ പാശപാണിസ്തു നാസികാം ചിന്തിതാർത്ഥത ഗണേശസ്തു മുഖം കണ്ഠം പാതു ദേവോ ഗണജ്ഞയാ സ്കന്ദൗ പാതു ഗജസ്കന്ധ സ്തനൗ വിഘ്നവിനാശന ഹൃദയം ഗണനാഥസ്തു ഹേരംബോജാരം മഹാൻ ധരാധര പാതു പാർശ്വൗ പൃഷ്ഠം വിഘ്നഹര ശുഭ ലിംഗം ഗുഹ്യം സദാ പാതു വക്രതുണ്ടോ മഹാബല ഗണക്രീഡോ ജാനുജംഘേ ഊരുമംഗലമൂർത്തിമാൻ ഏകദന്തോ മഹാബുദ്ധി പാദൗ ഗുൽഭൗ സദാവതു ക്ഷിപ്രപ്രസാദനോ ബാഹു പാണി ആശാപ്രപൂരക അംഗുലീശ്ച നഖാൻ പാതു പത്മഹസ്തോരിനാശന സർവാംഗാനി മയൂരേശോ വിശ്വവ്യാപീ സദാവതു അനുക്തമപി യൽസ്ഥാനം ധൂമ്രകേതു സദാവതു ആമോദസ്ത്വഗ്രത പാതു പ്രമോദ പൃഷ്ഠതോവതു പ്രാച്യാം രക്ഷതു ബുദ്ധീശ ആഗ്നേയാം സിദ്ധിദായക ദക്ഷിണസ്യ മുമാപുത്രോ നൈരിർത്യാം തു ഗണേശ്വര പ്രതീച്യാം വിഘ്നഹർത്താദ്വായവ്യാം ഗജകർണക കൗബേര്യാം നിധിപ പായാദീശാന്യാമീശനന്ദന ദിവാ വ്യാതേ ഗദന്തസ്തു രാത്രോ സന്ധ്യാസു വിഘ്നഹൃത് രാക്ഷസാസുരവേതാള ഗ്രഹഭൂതപിശാചത പാശാങ്കുശധര പാതു രജസത്വതമസ്മൃതിം ജ്ഞാനം ധർമ്മം ച ലക്ഷ്മീം ച ലജ്ജാം കീർത്തി തഥാ കുലം വപുർധനം ച ധാന്യം ച ഗൃഹാന്താരാൻ സുതാൻ സഖീൻ സർവായുധധര പൗത്രാൻ മയൂരേശോവതാൽ സദാ കപിലോ ജാതികം പാതു ഗജാശ്വാന്നികടോവതു അനേനാസ്യ കൃതാരക്ഷാ ന ബാധാസ്യ ഭഗവത് ക്വചിത് രാക്ഷസാസുരവേതാലദ് ദൈത്യ ദാനവസംഭവ ഓം ശ്രീ മഹാഗണപതയേ നമഃ. അപ്പോൾ ഇതാണ് ശ്രീ ഗണേശ കവചസ്തോത്രം. ആരൊക്കെ ഇത് റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇരിക്കട്ടെ, ഏവർക്കും ഇത് പഠിച്ച് ചൊല്ലുന്നത് വളരെ ശ്രേയസ്കരവും വളരെ ഗുണപ്രദവും ഫലപ്രദവുമൊക്കെയാണ്. എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കും. എല്ലാ സർവ അഭീഷ്ടസിദ്ധിയും ഫലമാണ്. കവചം ആണ്, ഇതൊരു പ്രൊട്ടക്ഷനാണ്. പല കവചങ്ങളുണ്ട്, ദേവീ കവചം, നാരായണ കവചം, അങ്ങനെ. അപ്പോൾ അതൊക്കെ വഴിയെ ഇടാൻ ശ്രമിക്കാം. ഇതിപ്പോൾ ഗണപതി ഭഗവാന്റെ കവചം, ഇത് സ്തോത്രം ഏവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആ ഗണേശ ഭഗവാന്റെ പരിരക്ഷ എല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയറൊക്കെ കൊടുക്കുക. നന്ദി, നമസ്കാരം.